ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വിധത്തിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടുനോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പാല് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് പാല് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ബാറ്റർ റെഡിയാക്കുന്ന ആ ഒരു സമയത്ത് തിളപ്പിച്ചെടുത്താൽ മതിയാകും. ഇനി ആ ഒരു സമയത്തേക്ക് ഇതിൻ്റെ ചൂട് തണിഞ്ഞു പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ നമ്മുടെ പാൽ ഇവിടെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 75 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ മുഴുവനായിട്ടും പാലിൽ മെൽറ്റായി വരുന്നത് വരെ നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ബട്ടർ ഇതിലേക്ക് നല്ലവണ്ണം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ 1/2 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും 1/2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൽപ്പൊടി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കാം. ഇതിലൊട്ടും കട്ടകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത്. 2-3 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു പ്രാവശ്യം മാത്രമാണ് അരിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മുട്ട ഒരു ഹാൻഡ് മിക്സർ വെച്ച് നല്ലവണ്ണം ഒന്ന് ബീറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാര ഒറ്റയടിക്കങ്ങ് ഇട്ട് കൊടുക്കുകയല്ല, ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊരു മീഡിയം മധുരത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത്. പക്ഷേ ഈ ഒരു മധുരം തന്നെ കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര പൊടി മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ബീറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് ബീറ്റാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും 1/4 ടീസ്പൂണ് പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്നുകൂടി ബീറ്റാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ബട്ടർ എസൻസോ മിൽക്ക് എസൻസോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. പക്ഷെ ഞാനിപ്പോൾ ഇതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതൊന്നും ചേർക്കാതെ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ബീറ്റർ വെച്ച് ഈ ഒരു മുട്ട നല്ലവണ്ണം അടിച്ച് പതപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എന്നാണെങ്കിൽ മിക്സിയിലും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാനും വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ മുട്ട നല്ലവണ്ണം അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 2-3 ബാച്ചാക്കി നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ച് സാവധാനം ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഒരു വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പാച്ചില വെച്ചോ നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ സ്പീഡ് കൂട്ടിയിട്ടിട്ട് കാണിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ സ്പീഡിൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ബട്ടർ മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ മിൽക്ക് കുറച്ച് അത്യാവശ്യം ചൂടിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇനി നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ബട്ടർ മിൽക്കിന് ചൂട് കുറഞ്ഞു പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഒരു പേടിയുണ്ടാവും, ബട്ടർ മിൽക്ക് ചൂടോടെ തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മുട്ടയൊക്കെ അങ്ങ് കുക്കായി പോകുമെന്നുള്ളൊരു പേടിയുണ്ടാവും. പക്ഷെ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഒന്നും സംഭവിക്കില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 2-3 ബാച്ചായിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഒന്നായിട്ട് അങ്ങ് കൊട്ടിയിട്ട് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ മിക്സാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ബാറ്റർ കുറച്ച് കട്ട കുത്തിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ ബട്ടർ മിൽക്കും മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ വളരെ പതുക്കെ മാത്രമേ ചെയ്തെടുക്കാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരല്പം ഓയിൽ തടവി കൊടുത്ത ശേഷം ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതാ ബാറ്റർ മുഴുവനായിട്ടും ഞാൻ ഈ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇതിലെ എയർ ബബിൾസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത് നല്ലവണ്ണം ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ്. ഇനി ഇത് 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 150 ഡിഗ്രി സെൽഷ്യസിൽ 30 to 35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് ആയ ശേഷം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ബേക്ക് ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വെച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുന്ന സമയത്ത് ആ ടൂത്ത് പിക്കിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ ഈ ഒരു കേക്ക് ഈ ഒരു ട്രേയിൽ നിന്നും ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഇനി ഫ്ലിപ്പ് ചെയ്ത ശേഷം ഈ ഒരു കേക്ക് നല്ലവണ്ണം ചൂടാറിയ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ അരികെ വശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്, ഇതിൻ്റെ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ സെൻറ്ററിലൂടെ ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ പീസാക്കി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കേക്ക് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. കത്തി വെക്കുമ്പോഴേക്കും അത് അങ്ങനെ തന്നെ അങ്ങ് താന്നു പോകുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈ ഒരു ടീ കേക്ക് നിങ്ങൾക്ക് വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഈ വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതേപോലെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സാക്കീസ് നെസ്റ്റ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്ക് ഈ ഒരു ടീ കേക്ക് കേടുകൂടാതെ തന്നെ ഒരു 3-4 ദിവസമൊക്കെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ കൊണ്ട് തന്നെ ഒരു 3-4 ദിവസമൊക്കെ നമുക്ക് കേടുകൂടാതെ പുറത്ത് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. കൂടുതൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പം മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.